നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. 4-5 വർഷമായി നമ്മളെല്ലാവരും ചെയ്യുന്നത് കാര്യം കൂടിയാണ് പെൻഷൻ മസ്റ്ററിങ്. അതിൻ്റെ 2025-26 വർഷത്തേക്കുള്ള മസ്റ്ററിങ് തീയതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരാൾക്കും തുടർന്ന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. 2 മാസത്തോളം കാലാവധിയുണ്ട് പെൻഷൻ ഡേറ്റ് വരാൻ. അതിനു മുമ്പായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ആധാറിലെ പ്രശ്നങ്ങൾ കൊണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടുമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. പിന്നീട് മസ്റ്ററിങ്ങിൻ്റെ തീയതി കഴിഞ്ഞവർക്ക് പെൻഷൻ മുടങ്ങുകയും പിന്നീട് അടുത്ത വർഷത്തിൽ എന്നാണോ മസ്റ്ററിങ് വരുന്നത് അന്ന് മുതലാണ് പിന്നെ അവർക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിച്ചത്. അതുവരെയുള്ള 1 വർഷത്തെ പെൻഷൻ അവർക്ക് മുടങ്ങിയിരുന്നു. അപ്പോൾ മസ്റ്ററിങ്ങിന് മുമ്പായി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഈ വർഷത്തെ മസ്റ്ററിങ് തുടങ്ങുക. 40-50 ദിവസം മാത്രമായിരിക്കും മസ്റ്ററിങ്ങിന് തീയതി ഉണ്ടാവുക. ആ സമയങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുന്ന ആളുകൾക്കായിരിക്കും 2025-26 വർഷത്തിൽ പെൻഷൻ ലഭിക്കുക. എന്നാൽ കഴിഞ്ഞ വർഷം, അതിനു മുമ്പത്തെ വർഷം വരെ നമ്മൾ കണ്ട കാര്യമായിരുന്നു, മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തുന്ന ക്യാമ്പുകളിലെത്തുന്ന സമയത്ത് പല ആളുകൾക്കും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കാണുന്ന ഫിംഗർ മെഷീനിൽ വിരൽ പതിപ്പിക്കുമ്പോൾ വിരൽ പതിയാത്ത ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ഐ.ഡിയിലെ പേരും ആധാറിലെ പേരുമായി ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടൊന്നും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഏകദേശം ഓരോ മസ്റ്ററിങ് കഴിയുന്ന സമയത്തും പെൻഷൻ വാങ്ങുന്ന ടോട്ടൽ ആളുടെ 10 മുതൽ 15% വരെ ആളുകൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാറില്ലായിരുന്നു. അതിൽ വളരെ കുറച്ച് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ബാക്കി വരുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആധാർ കാർഡ് 10 വർഷമായി ഉപയോഗിക്കുന്ന ആധാർ കാർഡാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആവുകയും അത് മാച്ച് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പഴയ ഫോട്ടോസാണ് വന്നതെങ്കിൽ നമ്മൾ ഫോട്ടോ മാറാൻ കൂടിയുള്ള ഒരു അപേക്ഷ കൂടി ഇതിൻ്റെ കൂടെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആധാറിലെ മൊബൈൽ നമ്പർ. അതിലേക്ക് വരുന്ന OTP എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പുതിയ അപ്ഡേഷൻ പ്രകാരം ചിലപ്പോൾ ആധാറിൽ നമ്മൾ ഇത്രയും കാലം ചെയ്തതുപോലെയുള്ള മസ്റ്ററിങ് ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് പൂർത്തിയാക്കിയ സമയത്ത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അതുപോലത്തെ ചിലപ്പോൾ ആപ്ലിക്കേഷനായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന OTP മറ്റ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ആധാറിലെ ഫോൺ നമ്പർ ഇത്രയും കാലമായി അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ കൈവശമുള്ള നമ്പർ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്. പല ആളുടെയും പേരിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പെൻഷൻ ഐ.ഡിയിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അല്ലെങ്കിൽ ആധാറിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത്, രണ്ടും മാച്ചാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മസ്റ്ററിങ് വരിക. ആ സമയങ്ങളിലെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ തിരക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ തിരക്ക് കമ്മിയാണ്. ഇനി അങ്ങോട്ട് SLC റിസൾട്ട്, +2 റിസൾട്ട്, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ സമയങ്ങളിലെല്ലാം നല്ല തിരക്കായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ. അതിനുമുമ്പ് ഇപ്പോൾ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. എങ്കിൽ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.